മിശിഹായിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്തകൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആദ്യം വരുന്നത് മരണത്തിൻ്റെ രൂപമാണ്. ജീവൻ എടുത്തു മാറ്റുന്ന ആൾ എന്ന് നാം അവനെ വിളിക്കുന്നു. എന്നാൽ ഇന്ന് നാം ചിന്തിക്കുന്നത് ഭൗതികമായ മരണത്തെക്കുറിച്ചല്ല. അന്തകൻ എന്നാൽ കേവലം ശ്വാസം നിർത്തുന്നവനല്ല, മറിച്ച് നമ്മുടെ ആത്മാവിനെ ജീവനോടെ കൊല്ലുന്ന തിന്മയുടെ ശക്തികളാണ്. വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, ശരീരത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട, മറിച്ച് ആത്മാവിനെ നശിപ്പിക്കുവാൻ കഴിയുന്നവനെ ഭയപ്പെടുവിൻ. ഇന്ന് നമ്മുടെ ചുറ്റും ആയുധങ്ങളുമായി നിൽക്കുന്ന അന്തകൻ മിസൈലുകളായല്ല വരുന്നത്. അവർ നമ്മുടെ ചിന്തകളിലേക്കും കുടുംബങ്ങളിലേക്കും ലഹരിയുടെയും നിരാശയുടെയും രൂപത്തിലാണ് കടന്നുവരുന്നത്. മയക്കുമരുന്നും മദ്യവും ഇന്ന് യുവതലമുറയെ ജീവനോടെ വിഴുങ്ങുകയാണ്. ഇതൊരു താൽക്കാലിക സുഖമല്ല, മറിച്ച് അന്തകനൊരുക്കിയ വലിയൊരു കുഴിയാണ്. ഒരിക്കൽ വീണുപോയാൽ തിരിച്ചു വരുവാൻ പറ്റാത്ത വിധം ആത്മാവിനെ കരിച്ചു കളയുന്ന വിഷം. സ്നേഹം പറ്റിയ വീടുകൾ അന്തകൻ്റെ വിളനിലമാണ്. അവിശ്വാസവും സംശയവും ദേഷ്യവും കൊണ്ട് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം തകരുമ്പോൾ അവിടെ ആത്മാവില്ലാത്ത മനുഷ്യർ മാത്രമാണ് അവശേഷിക്കുന്നത്. സമാധാനമില്ലാത്ത വീട് നരകത്തിന് തുല്യമാണ്. ഇന്നത്തെ ലോകത്ത് ഏറ്റവും കൂടുതൽ പേർ നേരിടുന്ന വലിയൊരു ആയുധമാണിത്. നീ ഒന്നിനും കൊള്ളാത്തവനാണ്, നിന്റെ ജീവിതം അവസാനിച്ചു എന്ന് അന്തകൻ നമ്മുടെ കാതുകളിൽ മന്ത്രിക്കുന്നു. ആ നിരാശയുടെ നിമിഷങ്ങളിൽ അവൻ നമ്മുടെ ആത്മവീര്യം കെടുത്തി മരണത്തിലേക്ക് നയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ അന്തകനെ നേരിടുവാൻ ഭൗതികമായ ആയുധങ്ങൾ കൊണ്ട് സാധിക്കില്ല. ആത്മീയമായ ഒരു യുദ്ധമാണിത്. നമ്മുടെ മക്കളെ ലഹരിയിൽ നിന്ന് രക്ഷിക്കുവാൻ, നമ്മുടെ കുടുംബങ്ങളെ തകർച്ചയിൽ നിന്ന് മാറ്റുവാൻ നമുക്ക് ആത്മീയമായ ഒരു കവചം വേണം. തിന്മയുടെ ശക്തികൾ എപ്പോഴും ഭയപ്പെടുന്നത് പ്രാർത്ഥനയുള്ള ഹൃദയങ്ങളെയാണ്. നിരാശയുടെ ഇരുട്ടിൽ അകപ്പെടുമ്പോൾ സ്വർഗത്തിലേക്ക് നോക്കുന്നവനെ തോൽപ്പിക്കുവാൻ ഒരു അന്തകനും കഴിയുകയില്ല. പാപത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മെ വലിച്ചു കൊണ്ടുപോകുവാൻ അന്തകൻ ശ്രമിക്കുമ്പോൾ ദൈവകൃപയുടെ കരങ്ങൾ നമ്മെ ഉയർത്തുവാൻ തയ്യാറാണ്. ഇവിടെയാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയുടെ ശക്തി അല്ലെങ്കിൽ പ്രസക്തി. സർപ്പത്തിൻ്റെ തല തകർക്കുന്നവളാണ് മറിയം. അന്തകൻ എത്ര വലിയ കെണികൾ ഒരുക്കിയാലും അമ്മയുടെ മേലങ്കിയിലേക്ക് കീഴിൽ ഒളിച്ചിരിക്കുന്ന ഒരു മകനെയും മകളെയും അവന് തൊടാൻ പോലും കഴിയുകയില്ല. ജപമാലയാണ് ഈ ആധുനിക അന്തകനെതിരെയുള്ള നമ്മുടെ വലിയ ആയുധം. ലഹരിക്ക് അടിമപ്പെട്ട ഒരു മകന് വേണ്ടി കണ്ണീരോടെ ജപമാല ചൊല്ലുന്ന ഒരു അമ്മയുണ്ടെങ്കിൽ ആ മകൻ തിരിച്ചു വരുമെന്നുള്ളത് ഉറപ്പാണ്. ആത്മഹത്യാ ചിന്തകൾ ഭാരപ്പെടുമ്പോൾ അമ്മയുടെ വിമല ഹൃദയത്തിന് തങ്ങളെ തന്നെ സമർപ്പിക്കുക. നിരാശയുടെ ഇരുട്ടുമാറി സ്വർഗീയ പ്രകാശം നിങ്ങളുടെ ഉള്ളിൽ നിറയും. അന്തകൻ ആയുധം വെച്ച് കീഴടങ്ങുന്ന ഒരേ ഒരു ഇടം മറിയത്തിൻ്റെ കാൽക്കീഴിലാണ്. പ്രിയപ്പെട്ടവരെ, ആത്മാവിനെ നശിപ്പിക്കുന്ന ശക്തികൾക്ക് മുന്നിൽ തോറ്റുകൊടുക്കരുത്. ലഹരിയുടെ പാതാളക്കുഴിയിൽ നിന്നോ കുടുംബ തകർച്ചയിൽ നിന്നോ മരണചിന്തകളിൽ നിന്നോ പുറത്തു വരുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ തണൽ തേടുക. ജപമാല മുറുകെ പിടിക്കുക. അന്തകൻ നമ്മുടെ വാതിൽക്കൽ നിൽക്കുമ്പോൾ നാം സ്വർഗത്തിൻ്റെ വാതിൽക്കൽ മുട്ടുക. അമ്മയുടെ വിമല ഹൃദയം എന്ന കോട്ടയ്ക്കുള്ളിൽ നാം സുരക്ഷിതരാണ്. അവിടെ മരണമില്ല, നിരാശയില്ല, മറിച്ച് നിത്യമായ ജീവനും സമാധാനവും മാത്രമുള്ളൂ. തിന്മയുടെ ശക്തികളെ തകർക്കുന്ന പരിശുദ്ധ അമ്മേ, ആധുനിക ലോകത്തിലെ അന്തകൻ്റെ ആയുധങ്ങളിൽ നിന്ന് ഞങ്ങളുടെ മക്കളെയും സംരക്ഷിക്കണമേ. ലഹരിയുടെയും നിരാശയുടെയും കുഴികളിൽ തീർത്തും വീഴാതെ അങ്ങയുടെ തണലിൽ ഞങ്ങളെ സൂക്ഷിക്കണമേ. ആമേൻ.